അങ്ങനെ പതിവ് പോലെ ഇന്നും കളി കാണാൻ വന്നുട്ടാ. ഞാൻ വന്നപ്പോഴേക്കും കളി തുടങ്ങി. നമ്മൾ സ്ഥിരം പോകാറുള്ളിടത്തല്ല കേട്ടോ, ഇപ്പോൾ ഗ്രൗണ്ട് മാറി. നമ്മൾ സ്ഥിരം കാണാൻ പോകാറുള്ളിടത്ത് അവിടെ ഇപ്പോൾ കളി നടക്കണില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ടാട്ടാ. കഴിഞ്ഞ ആഴ്ച പണിയുണ്ടായിരുന്നാലും എനിക്ക് കളി കാണാൻ പോകാൻ പറ്റിയില്ല. കളിക്കാൻ ആൾക്കാർ വണ്ടിയിലൊക്കെ ആയിട്ട് വരുന്നത്. എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ തോന്നുന്നുണ്ട്. ടൂൾസൊക്കെ വണ്ടിനുള്ളിൽ കാണുന്നുണ്ട്. ആരും ഇറങ്ങണ കാണാനില്ല. ആൾക്കാരുണ്ട് കേട്ടോ. 2 ടീം, ഒരു ടീമിൽ 11 ആളുണ്ട് തോന്നുന്നുണ്ട്. ബാറ്റിംഗ് ടീം ഇവിടെ കയറിയിരിക്കുന്നുണ്ട്. ബംഗാളികളാട്ടോ കൂടുതലും. ഒരു പാകിസ്ഥാനി ഉണ്ട്, ബാക്കിയൊക്കെ ബംഗാളികളാണ്. എത്ര നേരം? 3:30 കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കളിക്കണത് ഞങ്ങൾക്ക് എൻ്റെ റൂമിലിരുന്നാൽ കാണാൻ പറ്റും. കളി തുടങ്ങണത് റൂമിൽ നോക്കിയാൽ കാണാം. 3:30 നോക്കിയപ്പോൾ ഉണ്ട് കളി തുടങ്ങി കിടക്കണം. ഇപ്പോൾ വെയിൽ കുറഞ്ഞു തുടങ്ങിയ കാരണേ വീണ്ടും 4 2 ക്യാച്ച് എടുത്ത മിസ്സാക്കി. ഇപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങി. അത് കാരണം ഒരു നേരത്തെ കളി തുടങ്ങുന്നുണ്ട്. മറ്റൊരു 4 മണി 4:30 തുടങ്ങാറ്. ഇവിടെ 2 ബോളുണ്ട് കേട്ടോ. ഇത് ഗ്രൗണ്ട് നല്ല സൂപ്പർ ഗ്രൗണ്ടാണ്. സ്റ്റെമ്പൊന്നും ശരിയല്ല. ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ടാട്ടാ. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് അടിപൊളി ഗ്രൗണ്ടാണ്. അടുത്ത ബൗണ്ടറി അല്ല, പിടിച്ചു. ബോളൊക്കെ കുറെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. കവറിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ ബോളുകൾ. സിംഗിള്. കഴിഞ്ഞ വെള്ളിയാഴ്ച കളി കാണാൻ വരാൻ പറ്റിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പണി ഉണ്ടായിരുന്നു. 2 വണ്ടിയുടെ പണി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയതാ. പണി കഴിഞ്ഞ് വരുമ്പോൾ 8:30 ആയി. കഴിഞ്ഞ ആഴ്ച കളിയൊന്നും കാണാൻ പറ്റിയില്ല. ഓടുണ്ട്. വിക്കറ്റ് പോയില്ല. ഇവിടെ ഓവർ ത്രോ ഒന്നുമില്ല. ഒരു റണ്ണൗട്ട് ചാൻസ് ആയിരുന്നു, അത് മിസ്സാക്കി. ഇത്തിരി ലോങ് നിന്നാണ് ഷൂട്ട് ചെയ്യണത്. സിംഗിള്. എത്ര ഓവറിന്റെ കളിയാണാവോ? ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കാലാവസ്ഥ മാറി തുടങ്ങി. അവിടെ അടിച്ച് പറത്തി 6. ഫസ്റ്റ് ബാറ്റിങ് കഴിഞ്ഞു കേട്ടാ. ഫസ്റ്റ് ബാറ്റിങ് കഴിഞ്ഞ് എല്ലാവരും കയറി തുടങ്ങി. വേറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ. 2 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുത്തനും കൂടി വരുന്നുണ്ട്. 3 ആൾ വരുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിങ് കഴിഞ്ഞു. ഇവർ ബംഗാളികളായ കാരണം സ്കോറൊന്നും അറിയില്ല. എത്ര ഓവറാണ്, എത്ര റൺ എടുത്തു, എത്ര വിക്കറ്റ് പോയി. അതായത് സെക്കൻഡ് ബാറ്റിങ് കണ്ടോക്കാം. സെക്കൻഡ് ബാറ്റിംഗ് ആണോ ഫസ്റ്റ് ബാറ്റിംഗ് ആണോ ഇപ്പോൾ കഴിഞ്ഞതറിയില്ല. അപ്പോൾ ബോളിങ് കഴിഞ്ഞിട്ട് അവർ കയറിയിട്ടാ. അടുത്ത ടീം ഫീൽഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. കാണുന്നതാണ് സ്റ്റമ്പും ബാറ്റും ഇട്ടാ. ബാറ്റിങ്ങിന് ആരിറങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഒരു ടീമിൽ എത്ര ആളുണ്ടെന്ന് എണ്ണി ഓടേട്ടാ. ഇവിടെ അമ്പയറൊന്നും ഇല്ല കേട്ടോ അവർക്ക്. അതെന്നെ ഭാഗ്യം. അമ്പയർ നിർത്തിയാലാണ് അടി ഉണ്ടാവുക. ഒരു
അമ്പയർ ഔട്ടും വിളിക്കും, ഒരു അമ്പയർ നോട്ട് ഔട്ടും വിളിക്കും. ഇറങ്ങാനുള്ള ആൾക്കാർ ഭയങ്കര സ്ലോ ആണ്. ബാറ്റ് എടുത്തു. ബാറ്റ് ചെക്ക് ചെയ്യണ്ട, ഏത് ബാറ്റാ വേണ്ടതെന്നുള്ളത്. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇന്ന് വേറൊരു ടീമിൻ്റെ ബാറ്റും ബോളും കൊണ്ട് പോകണം കണ്ടു ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ. ഇവിടെ ഒരുപാട് സ്ഥലത്ത് കളിയുണ്ട് തോന്നുന്നുണ്ട്. അവിടെ അടി നടന്ന കാരണം പിന്നെ കളിക്കാൻ ആരും വരുന്നില്ല. നിസ്സാര കാര്യമായിരുന്നു, കളി നിർത്തിപ്പോൾ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിണ്ടായിരുന്നില്ല കളി നടന്നോ ഇല്ലെന്ന് അറിയാനായിട്ട്. ട്രയൽ ബോൾ എറിഞ്ഞു. മൂന്ന്, 4, 5, 6, 7, 8, 9, 10, 11 പേരുണ്ട് കേട്ടോ ഒരു ടീമില്. 11 പേരുണ്ട്. 22 ആൾക്കാരുണ്ട് അപ്പോൾ കളിക്കാൻ. കളി കാണാനും ആൾക്കാരുണ്ട്. അവിടെ 4 പേര് ഇരിക്കണ വേണ്ടിയില്ലേ, അവർ കളി കാണാനുള്ളവരാ. 4-5 പേര് ഇവിടെ ഇരിക്കണവരാണ് ടീമിലുള്ളവർ. അപ്പോൾ ഫസ്റ്റ് ബോൾ എറിയാൻ പോവാണ്. അമ്പയർ വന്നിട്ടുണ്ട് കേട്ടോ. സിംഗിള്. അത് സിംഗിളായി. ഫസ്റ്റ് ബോൾ സിംഗിൾ ഇട്ടു. സെക്കൻഡ് ബോള് 6 കേട്ടാ. ഇവരുടെ ടീമിൽ ഒരു പാകിസ്ഥാനി ഉണ്ട്, അവരുടെ ടീമിൽ ഒരു പാകിസ്ഥാനി ഉണ്ട് കേട്ടാ. 6 ആയി. രണ്ടാമത്തെ ബോള് 6 അടിച്ചു കിട്ടാ, പറത്തി വിട്ടു. മൂന്നാമത്തെ ബോള് സിംഗിള്. പറക്ക് ത്രോട്ടാ. സിംഗിള്. 4 ബോള് കഴിഞ്ഞു. 2 ബോൾ കൂടി ബാക്കിയുണ്ട്. ഇവിടെ എന്തിനു വേണ്ടി പണിതിട്ടാന്ന് അറിയില്ല കേട്ടോ. അവിടെ കളിക്കാൻ അത് കാരണം അവർക്ക് നല്ല സുഖമാണ്. കോൺക്രീറ്റ് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു ഏരിയ. ഇതിനെന്തിനോ വേണ്ടിയിട്ട് പണിതിട്ടുള്ളതാണ്. എന്താ സംഭവം എന്നറിയില്ല. പിന്നീടത് നിർത്തി വെച്ചു തോന്നുന്നുണ്ട്. അത് കാരണം ഇവർക്ക് കളിക്കാറായി. അത് കാരണം ഇതാണ് ഉറപ്പം. അമ്പയർ ഔട്ട് വിളിച്ചു. ബാറ്റർസ്മാന് സംശയമായി. ബാറ്റർ ഡീസൻ്റാട്ടാ, അവൻ കയറിപ്പോണ്ട്. അമ്പയർ ഔട്ട് വിളിച്ചു, ഒരു അപ്പീൽ ചെയ്തിട്ട് ഔട്ട് വിളിച്ചു. അവൻ ഡീസൻ്റായിട്ട് കയറിപ്പോയിട്ടാ, ഒരു 6 അടിച്ചു. ചിരിച്ചോണ്ടാ പോണത്. ചിലർക്ക് ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിയും. ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് പോയിട്ടാ. 6, 8, 9 റൺ എടുത്ത് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഓവർ ഫസ്റ്റ് ബോള് സിംഗിള്. ഇവിടെ എത്രയായി? 4:40 4:40 സമയം. 5:30 വരെ കളി ഉണ്ടാവും. അടുത്ത സിംഗിള്. കേട്ടാ. 2 ബോൾ കഴിഞ്ഞു. 3ാമത്തെ ബോളായിരിക്കും. അതും സിംഗിൾ കേട്ടാ.
സൂപ്പർ ആവുന്നുണ്ട്. സിംഗിൾ മാത്രമല്ലല്ലോ. വൈഡ് 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 സിംഗിള് ഡബിൾ ഓടിയിട്ട് അതിന് ഡബിൾ ഓടി. റൂമിലെ വൈഫൈ ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടാ. അടുത്ത വൈഡ് റൂമിലെ വൈഫൈ ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കണം. ചേച്ചിയുടെ മോളാണ് അതിനെക്കുട്ടി. അടുത്ത വൈഡ് അഞ്ചാമത്തെ ഓളാവുന്നുണ്ട്. അത് ബൗണ്ടറി, അത് 4 അടിച്ചിട്ടാ. 4 ആയി. അമ്പയർ 4 വിളിച്ചു. ഓവർ കഴിഞ്ഞാ? ഇല്ല, ഒരു ബോളും കൂടി ഉണ്ട്. കേട്ടോ. ലാസ്റ്റ് ബോള് രണ്ടാമത്തെ ഓവറിലെ. അതും സിംഗിൾ കേട്ടോ. അതും സിംഗിൾ. ഓവർ കഴിഞ്ഞു. മൂന്നാമത്തെ ഓവർ കേട്ടോ. എത്ര റൺസ് വേണമെന്നൊന്നും അറിയില്ല. ഹിന്ദിയിലാണ് സംസാരിക്കണമെങ്കിൽ പിന്നെയും അറിയായിരുന്നു. ഇവര് ബംഗ്ലാദേശിലാണ് സംസാരിക്കണത്. ബംഗാളികളല്ലേ. ഇത് വെറുതെ ഇരുന്ന് കളി കാണാമെന്ന് മാത്രം. അടുത്ത സിംഗിള്. മൂന്നാമത്തെ ഓവർ ഫസ്റ്റ് ബോൾ സിംഗിൾ കേട്ടാ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഇവരുടെ അടുത്തേക്കൊന്നും ബോളേ വരണില്ല. പറഞ്ഞാണല്ലോ, അപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു ബോള്. അതാണ് ഡബിൾ ഓടിയിട്ടാ. റണ്ണൗട്ടായി. ഇല്ല, റണ്ണൗട്ട് ചാൻസ് ആയിരുന്നു, മിസ്സായി. ഇവിടെയൊക്കെ വെറുതെ നിൽക്കാണ്. ഇവൻ്റെ അടുത്തേക്ക് ഒരൊറ്റ ബോൾ പോലും വന്നിട്ടില്ല. അവിടെ മൂന്നാമത്തെ ബോളാണ്. തേർഡ് ബോള് വൈഡല്ല. ഈ തേർഡ് ബോൾ കൂടിയും ബാക്കിയുണ്ട്. 3 ബോളും കൂടിയും ബാക്കിയുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് മാത്രമേ ഈ അടി വരുള്ളൂ. ഇതുവരെ പണിയെടുക്കാത്തവൻ അവിടെ നിൽക്കണ ഒരുത്തൻ മാത്രമാണ് തൊപ്പിക്കാരൻ. ഒരു തന്നെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ അവിടേക്ക് മാത്രം ഒരു ബോൾ പോലും പോയിട്ടില്ല. ഇപ്പുറത്തേക്ക് സിംഗിൾ കേട്ടാ. ഇത് പിന്നെ നമ്മുടെ അവിടെ കളിക്കണ പോലെ പാടത്തെ കളിയൊന്നും അല്ല കേട്ടാ. നേരെ കയ്യിലേക്ക് ബോൾ വരുന്നുണ്ട്. നമ്മുടെ പാടത്തൊക്കെ കളിക്കുമ്പോഴാണ് കുത്തിയിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. ഇവിടെ പരിപാടിയില്ല. കോൺക്രീറ്റ് ചെയ്ത കാരണം നേരെ കൈക്ക് തന്നെ വരും. അത് സിക്സോ ക്യാച്ച് അത് വിട്ടു. വീട്ടിൽ പിടിച്ചു. അത് നല്ല ഫിൽഡറാട്ടാ. വിക്കറ്റ് പോയി. അത് സൂപ്പർ ഫിൽഡറാണ്. നല്ല ക്യാച്ച് എടുത്തു. 3 ഓവർ കഴിഞ്ഞു കേട്ടാ. അടുത്ത ബോളർ വേണ്ടി 3 ഓവർ കഴിഞ്ഞു. 2 വിക്കറ്റ് പോയി. 6 കടന്നില്ല. 4-ാമത്തെ ഓവർ എറിയാനായിട്ട് വേണ്ടിട്ടാ. നാലാമത്തെ ഓവർ എറിയാൻ പോവാണ്. ബോളർ വന്നുകൊണ്ടിരിക്കുകയാണ്.